ഹലോ, നാത്തൂൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സേഫായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു പാർട്ടി ലഞ്ച് മെനു ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നോൺ വെജ് ലഞ്ച് മെനു ആണ് കേട്ടോ. ആദ്യമേ തന്നെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതാണ് കേട്ടോ അത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പൊടികൾ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ്. അത് നമ്മുടെ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പ്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ മമ്മിയുടെ സ്പെഷ്യലായിട്ടൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് അതങ്ങ് നിർത്തിയേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ ഇതാ അവിടെ കാർഡിലും കാണാം കേട്ടോ. ഇവിടെ കിട്ടുന്ന ബീഫിനെ വേവ് തീരെ കുറവാണ്. അപ്പോൾ കഷ്ണങ്ങൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നുറുക്കിയിട്ടാലാണ് നമ്മൾ ഒരു വിസിൽ കേൾപ്പിക്കുമ്പോൾ പാകത്തിന് വെന്ത് കിട്ടത്തുള്ളൂ. തീരെ ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് കൂടിപ്പോയിട്ട് നമ്മൾ ഇളക്കുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത പൊടികളും ഇഞ്ചി വെളുത്തുള്ളിയും നുറുക്കിയതും പിന്നെ പച്ചമുളക്, സവാള, ഉപ്പ്, ഒരല്പം വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവുകളോട് കൂടിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുത്തേക്കാം. ഞാൻ ഈ ലഞ്ച് മെനുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും തന്നെ ഇൻഡിവിജ്വൽ റെസിപ്പി വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പക്ഷേ നമ്മൾ ഈ റെസിപ്പീസ് എല്ലാം കൂടെ ചേർത്ത് എങ്ങനെ ഒരു ലഞ്ച് മെനു തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ. ഇപ്പോൾ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ 1-2 പേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒത്തുകൂടലിന് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് മെനു ആണ് ഇത് കേട്ടോ. ബീഫ് മാരിനേറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മീൻകറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ചൂരമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 3-4 കൂട്ടം നോൺ വെജ് ആയിട്ടുള്ള റെസിപ്പീസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം കൂടെ നമുക്ക് വേഗം ഉണ്ടാക്കണം. എന്നാൽ ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് താനും. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും ഉലുവയും കറിവേപ്പിലയും താളിച്ചു. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞത് ചേർത്തിരിക്കുകയാണ്. ഇനി അതൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ആ മേളിൽ വന്നിരിക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് അളവുകളോട് കൂടിയിട്ടുള്ള റെസിപ്പി കാണാം കേട്ടോ. മീൻകറി തയ്യാറാക്കുമ്പോഴേ ചെറിയുള്ളിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ അത് ചേർക്കണ്ട, അതിന് പകരം സവാള ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ, ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ചേർക്കും. പക്ഷേ മീൻ കറിയിൽ, അതും പ്രത്യേകിച്ച് മുളകിട്ട മീൻ കറിയിൽ സവാള ചേർത്ത് കഴിയുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സവാള ചേർക്കണ്ട. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുക, ഇല്ലെങ്കിൽ അത് ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കാം. പൊടികളൊക്കെ ചേർത്ത ശേഷം നമുക്ക് തിളപ്പിച്ച് പുളിവെള്ളം ചേർക്കാം. അപ്പോൾ ഈ പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. മല്ലിപ്പൊടി ഞാൻ സാധാരണ മീൻകറിയിൽ ഉപയോഗിക്കാറില്ല കേട്ടോ. ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷേ എനിക്ക് മുളകിട്ട മീൻകറിയിൽ ആ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ പുളിവെള്ളം ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് നന്നായിട്ട് തിളച്ച ശേഷം മാത്രമേ മീൻ കഷ്ണം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ വെള്ളം എപ്പോഴും മീനിൻ്റെ നിരപ്പിന് കിടന്നാലാണ് ഇത് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഴമ്പ് പാകത്തിന് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ബീഫ് വരട്ടിയെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വരട്ടിയെടുത്ത ശേഷം വേവിച്ച ബീഫുകളും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് കറിയും റെഡിയായി കഴിഞ്ഞു. നമ്മളിവിടെ തേങ്ങാപ്പാൽ ചേർത്താണ് ബീഫ് വരട്ടിയെടുക്കുന്നത്. ഇനി നമുക്കത് നല്ലൊരു ഡാർക്ക് കളറിൽ വന്നെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മാത്രം മതി. അടുത്ത് നമുക്ക് പ്രോൺസ് തയ്യാറാക്കാം. അപ്പോൾ ഉള്ളി വഴറ്റുക, അതിൻ്റെ അകത്തേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത ശേഷം അതൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ആണെങ്കിലും ഉള്ളി ആണെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നതാണ് വഴറ്റിയെടുക്കാനായിട്ട് എളുപ്പം കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ പ്രോൺസ് വേവിക്കാൻ നേരത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടാണ് നമ്മൾ പ്രോൺസ് വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് മല്ലിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആ പ്രോൺസിൽ ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള ബാക്കി പൊടികളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ.
അപ്പോൾ ഞാൻ ഇത്തവണ എടുത്തിരിക്കുന്നത് അല്പം വലിയ പ്രോൺസാണ്. ഇതിന് മുമ്പ് നമ്മൾ ഈ റെസിപ്പി ചെയ്യാൻ നേരത്ത് തീരെ ചെറിയ പ്രോൺസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് പ്രോൺസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എപ്പോഴും തീരെ ചെറിയ പ്രോൺസാണ് കൂടുതൽ രുചി. പ്രോൺസ് വേവിക്കാൻ നേരത്തെ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ചെമ്മീനിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ വെള്ളമൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി കഴിഞ്ഞു. വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് ചെമ്മീൻ വെന്ത് കിട്ടിയിട്ടുമുണ്ട്. പ്രോൺസ് എത്ര വലുതാണേലും ചെറുതാണേലും കുക്കറിലിട്ട് ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ, കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറിയും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു ചാറ് കറി വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ അങ്കമാലി മാങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ചേച്ചി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. നമ്മളിവിടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തന്നെ നീളത്തിലരിഞ്ഞ് പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ഒന്ന് വേവിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഉള്ളിയൊക്കെ ചോപ്പറിൽ അരിഞ്ഞ് തേങ്ങയും പച്ചമുളകൊക്കെ ചേർത്ത് നേരത്തെ തന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും തേങ്ങയും കറിവേപ്പിലും ഉള്ളിയും കൂടെ ഉള്ള ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് തോരനായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വാടിയ ശേഷം മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. മാങ്ങയ്ക്കധികം വേവൊന്നുമില്ലല്ലോ. മാങ്ങയും വെന്ത് വന്ന ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വറ്റിയ ശേഷം നമുക്ക് 1ാം പാലുകളും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കമാലി മാങ്ങാക്കറി റെഡി ആയി കഴിഞ്ഞു. എളുപ്പമല്ലേ? ഏത് തോരനായാലും, ഇപ്പോൾ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ക്യാബേജ് ആണെങ്കിലും നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് തോരനുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തോരനുണ്ടാക്കാൻ പറ്റട്ടെ. എളുപ്പ വഴിയാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ 2ാം പാല് തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്തവണ മാഗിയുടെ കോക്കനട്ട് പൗഡർ ഉപയോഗിച്ചിട്ടാണ് തേങ്ങാപ്പാൽ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു സ്റ്റാർട്ടർ വേണം. അപ്പോൾ ഞാൻ ഇന്നിവിടെ സ്റ്റാർട്ടറായിട്ട് ഉണ്ടാക്കുന്നത് കൊറിയൻ ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ള സ്റ്റാർട്ടറുകളിൽ വെച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റാർട്ടറാണ് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ. സാധാരണ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വിങ്സ് ആണ് കേട്ടോ നമ്മൾ എടുക്കാറ്. പക്ഷേ എനിക്കിവിടെ ചിക്കൻ വിങ്സ് കിട്ടാത്ത കാരണം ബാക്കി കഷ്ണങ്ങൾ ഞാനിവിടെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ മാരിനേഷനും അതുപോലെ തന്നെ ഈ ഫ്രൈയിങ് ഒക്കെ ഒരു സ്പെഷ്യൽ കൂട്ടാണ്. അപ്പോൾ ആ കൂട്ട് എന്താണെന്ന് അറിയാനായിട്ട് ഈ മേളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മളിവിടെ 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം കോൺഫ്ലോറിലൊന്ന് മുക്കി നമ്മൾ എണ്ണയിൽ വറുത്തെടുത്തത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ആ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് ചിക്കൻ അങ്ങ് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്രൗൺ കളർ വരുന്നിടം വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഈ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കാരണം ഇതിനകത്ത് നമ്മൾ തേനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരവും അതുപോലെ ചെറിയൊരു എരിവൊക്കെ ആയിട്ട്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അവർക്ക് സാധാരണ ഒരുപാട് എരിവ് വരുന്ന ആഹാരങ്ങളൊന്നും അത്രയ്ക്ക് ഇഷ്ടമാവത്തില്ലല്ലോ. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് കേട്ടോ ഈ ചിക്കൻ വറുത്തെടുക്കുന്നത്. ആദ്യത്തെ ഒരു ബാച്ച് ചിക്കൻ ഞാൻ വറുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ വറുത്ത ചിക്കനെല്ലാം ഒന്നുകൂടെ ആ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഈ ഡബിൾ ഫ്രൈങ് തന്നെയാണ് ഈ ചിക്കൻ്റെ ഒരു പ്രത്യേകതയും അതേപോലെ തന്നെ ചിക്കൻ കൂടുതൽ ക്രിസ്പി ആവാനും കാരണം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വറുത്ത ശേഷം ഇനി നമുക്കതിനൊരു സോസ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും വറ്റൽമുളകും ചേർത്ത ശേഷം ഇതിലേക്കൊരു സ്പെഷ്യൽ ചില്ലി പേസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും. കൊറിയൻ ഫ്രൈഡ് ചിക്കന് വേണ്ടി ഉപയോഗിക്കുന്ന ചില്ലി പേസ്റ്റ്. അപ്പോൾ ആ ചില്ലി പേസ്റ്റാണ് ഞാൻ ചേർത്തത്. പിന്നെ നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചില്ലി പേസ്റ്റും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പക്ഷേ നമ്മൾ ഇത്രയൊക്കെ ചില്ലി പേസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ അതിന് മാത്രം എരിവൊന്നും ഇല്ല കേട്ടോ. നമ്മളിതിന് ശേഷം നമ്മളിതിൻ്റെ അകത്തേക്ക് തേനും സോയാ സോസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എരിവൊക്കെ ബാലൻസ്ഡ് ആയി പൊക്കോളും. അപ്പോൾ സോയാ സോസ് നമ്മൾ അത്യാവശ്യം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ കറിക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ ഇനി ഉപ്പ് പോരാ എങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സോയാ സോസ് ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തേൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോയിൽ ഇത് ഓരോന്നിൻ്റെയും
എക്സാക്റ്റ് അളവുകൾ ഉൾപ്പെടെ കാണിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ അളവുകളൊന്നും തന്നെ പറയാത്തത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഓരോന്നിൻ്റെ അളവും കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ തേൻ അത്ര നല്ല തേനല്ല കേട്ടോ, കുറച്ചിങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ തേനുകളും ചേർത്ത ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ചസാര, ഷുഗർ, അത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളുത്ത പഞ്ചസാരയാണ് ഉള്ളതെങ്കിൽ അത് ചേർക്കേണ്ട, അതിന് പകരം തേനിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മാത്രം മതി. സോസൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ തയ്യാറാക്കിയ സോസ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. അപ്പോൾ ഇതാ കണ്ടോ, ചിക്കൻ്റെ കളറൊക്കെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കളറോ ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി കൊറിയൻ ഫ്രൈഡ് ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇതൊരു അടിപൊളി സ്റ്റാർട്ടറാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർട്ടി ലഞ്ച് മെനുവിലുള്ളത്. നമ്മുടെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ, പ്രോൺസ് റോസ്റ്റ്, നല്ല മുളകിട്ട ചൂരമീൻ കറി, അതേപോലെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയ ബീഫ് ഉലർത്ത്, പിന്നെ നല്ല പുളിയുള്ള അങ്കമാലി മീൻകറിയും ക്യാരറ്റ് തോരനും. ഇതെല്ലാം കൂടെ ഉണ്ടാക്കാൻ എനിക്ക് ആകെ 2 മണിക്കൂർ സമയം മാത്രമാണ് കേട്ടോ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മെനു ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.